നമസ്കാരം പ്രിയപ്പെട്ട സാക്ഷി പ്രേക്ഷകരെ. ചടയമംഗലം കുഞ്ഞയ്യപ്പ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്രയെക്കുറിച്ചും ഉത്സവത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി തിരുവാഭരണ കമ്മിറ്റി ട്രഷറർ ശ്രീ വിജയൻ നായർ പൂങ്കോട് തത്സമയം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. നമസ്കാരം സാർ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ തിരുവാഭരണ ഘോഷയാത്രയെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ശരണമയ്യപ്പ. ശബരിമലയിലെ ആചാരങ്ങൾ അതേപടി, ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി തുടർന്ന് വരുന്ന ഒരു ക്ഷേത്രമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന തുടരുന്നു. അതായത് മകരവിളക്കിന്, ഉത്സവ ദിവസമായ മകരവിളക്കിന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, അതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഉത്സവമായിട്ട് നടത്തുന്നത്. ഈ തിരുവാഭരണം ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ കൈവശമാണ്. ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത് പിള്ള വീട്ടിൽ ശങ്കരപിള്ള എന്ന ഒരാളിൻ്റെ കുടുംബത്തിൽ സൂക്ഷിച്ചിരുന്നായിരുന്നു. ദേവസ്വം ബോർഡിന് കൈമാറിയപ്പോൾ ഇതും ഈ ദേവസ്വം ബോർഡിന് കൈമാറുകയുണ്ടായി. ധാരാളം നവീകരണ പ്രവർത്തനങ്ങളും സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കും വ്യത്യാസം വന്നതിനാൽ നിലവിലുള്ള ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു തിരുവാഭരണം പിള്ളവീട് കുടുംബക്കാർ തന്നെ നിർമ്മിച്ച് കൊടുക്കുകയും ആ തിരുവാഭരണമാണ് ഇന്നും ഇത് ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ തിരുവാഭരണം പമ്പവിളക്ക് ദിവസം വൈകുന്നേരം 5:30 മണിയോടുകൂടി ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിക്കുന്നു. അത് ട്രസ്റ്റിൻ്റെ ചുമതലയിലാണ്. കൊട്ടാരക്കര നിന്നും ഏറ്റുവാങ്ങി അത് ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിക്കുകയും തുടർന്ന് മകരവിളക്കായ പിറ്റേ ദിവസം, അതായത് ജനുവരി 14-ാം തീയതി തലച്ചുമടായി ഈ തിരുവാഭരണം അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിക്കുന്നു. ഈ തിരുവാഭരണം തലച്ചുമടായി എടുക്കുന്നത് ശങ്കരവിട്ട് സ്ഥാപകനായ ശങ്കരപിള്ള അദ്ദേഹത്തിൻ്റെ ഇളം തലമുറയിൽപ്പെട്ട ഒരു ഭക്തനായിരിക്കും ചെയ്യുന്നത്. എല്ലാ വർഷവും ഇതായിരിക്കും രീതി. ഒരു വർഷത്തെ വ്രതാനുഷ്ഠാനം എടുത്താണ് ഈ ആചാരം നടത്തുന്നത്. ഉത്സവ ദിവസം, അതായത് ജനുവരി 14-ാം തീയതി മകരവിളക്ക് ദിവസം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തലച്ചുവടായി മറ്റ് ക്ഷേത്രങ്ങളുടെയും എല്ലാവരുടെയും അകമ്പടിയോടുകൂടി, കേട്ടറുകളുടെയും അകമ്പടിയോടുകൂടി ഇത് അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുകയും ദീപാരാധന നടത്തുകയും അതിന് ശേഷം ഉത്സവം അതോടുകൂടി തീരുന്നു. പിന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ധാരാളം പേട്ടകൾ, 5-6 പേട്ടകൾ വരുന്നുണ്ട്. അതെല്ലാം ഇതിന് ശേഷമായിരിക്കും. ആദ്യം വരുന്നത് തിരുവാഭരണം സ്വീകരിച്ചു കൊണ്ടുവരുന്നത് കല്ലുമലക്കാരുടെ പേട്ടയാണ്. എല്ലാ വർഷവും അവർ തന്നെയാണ് ചെയ്യുന്നത്. അവർ കൃത്യമായും ദീപാരാധനയ്ക്ക് മുമ്പ് ഈ തിരുവാഭരണം ക്ഷേത്രത്തിൽ എത്തിക്കുകയാണ് പതിവ്. അപ്പോൾ ഇപ്പോഴും അത് തുടർന്ന് വരുന്നത്.